ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. നമ്മൾ വൈകുന്നേരം 4 മണി ചായ കുടിക്കുന്ന കൂട്ടത്തിൽ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഉണ്ണിക്കാമ്പും ചേമ്പിൻ്റെ ഇതൊക്കെ കിട്ടിയപ്പോൾ കർമൂസയൊക്കെ കിട്ടി. അപ്പുറത്തുള്ള ഒരാളെ കൊണ്ടു തന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്താക്കി ബാക്കി സാധനം കൂടി വാങ്ങിച്ചിട്ട് പുഴുക്ക് ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ കർമൂസ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ണിക്കാമ്പാണ്, ഉണ്ണിക്കാമ്പ്, പിന്നെ പൂള, പിന്നെ ചേമ്പ്, ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ചേമ്പിൻ്റെ മറ്റേ സാധനം, ഇതാ ഈ സാധനമാണത്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ സാധനമാണ് അത്. മറ്റേത് ചേമ്പ്, ഇത് ചേമ്പിൻ്റെ എന്താ തള്ള അങ്ങനെ എന്തോന്ന് പറയും അത്. പിന്നെ നമ്മൾ ചെറുപയർ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ചൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്നില്ല, അടുപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗ്യാസുമ്മ വെക്കുന്നതിനോണ്ട് നമ്മളൊരു കുക്കറിൻ്റെ അകത്ത് ചെറുപയറും ചേമ്പിൻ്റെ ആ മറ്റേ സാധനം ഉണ്ടല്ലോ അതും കൂടി ഒരു കുക്കറിലിട്ടു. പിന്നെ വേറൊരു കുക്കറിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഈ പൂളിടാൻ സ്ഥലമില്ല, അതാണ് ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ വെന്തതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം മറ്റേതും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ള സമയം പരദൂഷണം പറയാം കേട്ടോ രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ആദ്യം വെച്ച സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പൂളയും കൂടി വേവിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ വെന്ത് സെറ്റായി. എല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുളിയും കൂടി വെന്തതിൻ്റെ ശേഷം ഒക്കെ കൂടെ മിക്സാക്കി തേങ്ങയൊക്കെ ഇട്ടിട്ട് ചിരകിയിട്ട തേങ്ങയൊക്കെ കൂടെ മിക്സാക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് ബാക്കി ആവശ്യത്തിനുള്ള കടുകും പിന്നെന്താ പറയുക വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ ആക്കിയിട്ട് വറവിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പച്ചമുളകൊക്കെ വേവിക്കുന്നതിനിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ കുക്കറിൽ വേവിക്കാനിട്ടപ്പോൾ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. അങ്ങനെ കട്ടൻ ചായയൊക്കെ സെറ്റാക്കി നമ്മൾ വാഴൻ്റെ ഇല ഉണ്ടായിരുന്നില്ല, അപ്പോൾ വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടി പോയ വീട്ടിലേക്ക് നമ്മൾ പുഴുക്ക് കൊടുത്തയച്ചപ്പം ആ പാത്രത്തിൽ അവർ നിറച്ച് മക്കൾക്കുള്ള മിഠായിയും കൊടുത്തയച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വെച്ചു. മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്കൂളിട്ട് വന്നപാടെ തന്നെ ഇതങ്ങോട്ട് വിളമ്പി കേട്ടോ. വലിയൊരു കഷ്ണം വാഴൻ്റെ ഇല വെച്ചു. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ മക്കൾക്കും ഭയങ്കര ഒരു സന്തോഷമാണ്, നമുക്കും അതൊരു ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുമിച്ച് എൻ്റെ വലിയ ഇലയിലിട്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയല്ലേ നമ്മളെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണതും കഴിക്കണതും ഒക്കെ അല്ലേ. അപ്പോൾ സംഭവം നമ്മുടെ പുഴുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കളും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ടാറ്റാ.